ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന റെസ്ക്യൂ ആനിമൽ എന്ന് പറഞ്ഞിട്ടുള്ള റോബ്ലോക്സത്തെ ഒരു ഗെയിമായിട്ടാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ആനിമലെ റെസ്ക്യൂ ചെയ്യാൻ പോകണം. നമ്മൾക്ക് ബിൽഡിങ് കത്തുന്നുണ്ടാവും, അതിനൊക്കെ റെസ്ക്യൂ ചെയ്യാൻ പോകണം ആനിമൽസിനെയൊക്കെ. അപ്പോൾ ഇതേപോലെ ഗൈസ് ഇതെന്തോ ബഗ്ഗടിച്ചിന്ന് തോന്നുന്നു ഗൈസ്, അതുകൊണ്ടാണ് ഒന്നിനും എടുക്കാൻ കഴിയാത്ത. പിന്നെ വെള്ളത്തിൽ ആരെങ്കിലും ഇങ്ങനെ നടന്ന് കളിക്കലുണ്ടാ, നീന്തിയിട്ടല്ലേ കളിക്കല്, പക്ഷെ ഇത് നീന്തുന്നില്ല. നമ്മളങ്ങനെ എനിക്ക് കയറല് ഗൈസ്, എനിക്ക് തോന്നുന്നു അത് പോയ ഇതാണ്. നമ്മൾ വേഗം കയറിയത് ഇപ്പല്ലേ കയറിയിട്ടല്ലോ. നമുക്കില്ലേ നേരത്തെ എന്തോ സ്നോൻ്റെ പോലെ വന്നിട്ടില്ലേ, അതെന്തോ അപ്ഡേറ്റ്സ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ എന്താ, അവിടെ യൂണിക്കോൺ ഉണ്ട്, അതിനെന്തായിട്ട് റോബ്ലോക്സ് കൊടുക്കേണ്ടി വരും. റോബ്ലോക്സ് കൊടുക്കാണ്ട് ഒരു ഗെയിം ഇവിടെ ഇറക്കിയിട്ടില്ല ഗൈസ്, റോബ്ലോക്സിൽ തന്നെ. നമുക്ക് എന്തായാലും ഇതിലേ ഇങ്ങനെ ചാടിപ്പോവാം. നല്ല ആനിമലൊന്നും ഇല്ലേ, ഇങ്ങനത്തെ ആനിമൽസിലും നമുക്ക് നോക്കാം. നമ്മുടെ ഇതിൽ ഒരു ആനിമൽ പോലും ഇല്ല. ജിറാഫിനെ എടുത്താലോ, വേണ്ടേ, നമുക്ക് വേണ്ട ഗൈസ്. ഓ ഇതെന്താ, ഇത് എത്ര പെട്ടെന്നാണ് പോയത്. കത്തിക്കരിന് പുതിയ ബിൽഡിങ് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഇതിൻ്റെ അകത്ത് കയറി നോക്കാം. ഇവിടെ എന്തോ നീലൊക്കെ ഉണ്ടല്ലോ ഗൈസ്, അതെന്തായാലും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരെ മേലോട്ടേക്ക് പോയി നോക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെ നീല ഡോർ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. റെഡ്, പിന്നെ മഞ്ഞക്ക് വേണം, ഗ്രീന്, ഇവിടെ ബ്ലൂ ഉണ്ട് ഗൈസ്. എന്തായാലും ഇത് നോക്കാം. യൂണിക്കോണിനെ എടുക്കണോ? ഞാൻ എന്തായാലും ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് റെഡ് കീ ഉണ്ടല്ലോ, റെഡ് കീയിൽ എന്താ കിട്ടുന്നത് നമുക്ക് നോക്കാം. ഓ ഗൈസ്, സ്പൈഡറിനെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നോക്കാം, ഒന്ന് പോയി അവിടെ വെച്ച് നോക്കാം. നമ്മുടെ ഇത് ഇപ്പോൾ പോയാൽ പിന്നെ എല്ലാം പോയില്ലേ. എന്തായാലും ഈ സ്പൈഡറിനെ നമുക്ക് ഇവിടെ വെച്ച് പ്ലേസ്, നമുക്ക് പൈസ തരും തോന്നുന്നു ഗൈസ്. കണ്ടോ, ഇപ്പോൾ കണ്ടോ, പൈസ തരുന്നുണ്ട്. പിന്നെ ഇവിടെ എന്താണ്, ഫുഡ് കാര്യങ്ങൾ ആണ് തോന്നുന്നത്. പക്ഷേ ഇതിനുള്ള കൊടുക്കാനുള്ള പൈസ നമ്മളടുത്തില്ല, അതോ ഉള്ളു കേട്ടോ. ഇതിപ്പോൾ കത്തിക്കേണ്ടി പോകുമെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ അതിൻ്റെ അകത്ത് കയറുമ്പോഴേക്കും കത്തിക്കേണ്ടി പോകുന്നു. ഇതെന്താ, ആക്സ്, അങ്ങനത്തെ വാട്ടർ ബക്കറ്റ്, ഫയർ വുഡ്, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് കുറേ കണ്ടുണ്ട്. ഇവിടെ എന്തല്ലേ, ഇതൊക്കെ നമുക്ക് റോബ്ലോക്സ് കൊടുക്കണം എന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമുക്ക് പോകണ്ട. നമുക്ക് ഈ ബിൽഡിങ് ഒന്ന് നോക്കാം ഗൈസ്. ഈ ബിൽഡിങ് ഇപ്പം കത്തിക്കുന്ന കീയോ, നമുക്ക് എന്നാലും ഉള്ളിൽ പോയി നോക്കാം. എല്ലാവരും കയറുന്നുണ്ടല്ല, നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. ഞാൻ ഉള്ളിൽ കയറുമ്പോഴായിരിക്കും പോകും. ഇവിടെ എന്താ ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നു ഗ്യാസ്. കണ്ണനെ പറഞ്ഞിട്ടല്ലേ ഞാൻ ഉള്ളിൽ കയറുമ്പോഴേക്കും കത്തിക്കടിയെന്ന് ഗ്യാസ്. വെറുതെ കയറിയെന്ന്, ആ കീ പോയി. ഇനി അടുത്തെന്തോ ഉണ്ട് ഗ്യാസ്. നമുക്കിത് മണ്ണിൻ്റെ സ്ഥലമാണെന്ന് തോന്നുന്നു ഗൈസ്. പോളാ ബിയർ നമുക്ക് ഇനെടുക്കാമല്ലോ. നേരെ കൊണ്ടുപോയിട്ട് ഇടണം, നമ്മുടെ ബേസിലിടണം. നമ്മുടെ ബേസിൽ ഇപ്പോൾ സ്പൈഡർമാൻ വായിട്ടുണ്ട്. പിന്നെ അതിനെ പോളാ ബിയർ എന്നാണ് ഞാൻ പറയില്ല കേട്ടോ, അതും വായിച്ചിട്ടുണ്ട്. ഇതെന്താ, ആ സ്നെയിലത്തല്ലേ ഗൈസ്, സ്നെയിലാന്ന് തോന്നുന്നു. അങ്ങ് കണ്ടൊരു ഗൈസ്, ഒരു ബോക്സിലൊരു ഫിഷ് പോലത്തെ, അതിനെന്താ പറയൽ, ഡോൾഫിനകത്താന്ന് തോന്നുന്നു. ഒരു ഐസും കട്ടിയായിട്ട് ഒരു ഫിഷ് പോലത്തെ, അതിനാന്ന് തോന്നുന്നു ഒരു ഫിഷ് പോണ്ട് പോലത്തെ നമ്മുടെ ബാക്കിൽ കാണുന്നത് ഗൈസ്. നമ്മുടെ ബാക്കിൽ ഉണ്ടായിട്ടില്ലേ ഒരു ഫിഷ് പോണ്ട് പോലത്തെ ബേസിൻ്റെ അപ്പുറം, അതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ സ്ഥലം. എന്തായാലും ഇതിനെ ആളെ കൊണ്ടിടാം. നമുക്ക് ഇതിലേ കയറി പോവാം, കാരണം അതിലേ കയറി പോകുമ്പോൾ ഇന്നൊന്നും എത്തൂല. പിന്നെ അത് തകർന്ന പിന്നെ പണിയാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ ഇപ്പോൾ ഇവൻ്റാറ്റ, കാരണം സ്നോൻ്റെ സാധാരണ പച്ച സ്ഥലമെല്ലാം ഉണ്ടാവില്ല, ഇപ്പോൾ സ്നോൻ്റെ ഗൈസ്. കണ്ട ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ പ്ലേസ് ചെയ്യാൻ കണ്ട ബ്ലൂ കളർ. അപ്പോൾ ഇവിടെ പ്ലേസ് ചെയ്യേണ്ടത് അറിയാം. അപ്പോൾ നമ്മളങ്ങനെ പൈസ എടുക്കൽ
അതങ്ങനെ നമ്മൾ പൈസ എടുക്കും. പൈസ കൂടി ഇല്ല കേട്ടോ, പൈസ എടുക്കേണ്ട. നമുക്കിങ്ങനെ ഇത് നോക്കിയാൽ നമുക്ക് പൈസ കിട്ടും. ഓക്കെ, ഇപ്പം മനസ്സിലായി. അപ്പം ഇതിനൊക്കെ ഫുഡൊക്കെ കൊടുക്കണോ? തോന്നുന്നു ഫുഡൊക്കെ കൊടുക്കേണ്ട വരും. നമുക്ക് വേറെ എന്തെങ്കിലും ഫുഡുണ്ടോ? ഒന്നുമില്ലേ? ഇതെന്താ ഗൈസ്, എന്തെല്ലോ പോർഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനുള്ള 7.5 മില്യൺ അങ്ങനെയൊക്കെ പൈസ. ആപ്പിൾ വന്നിട്ടുണ്ട്. ആപ്പിൾ വാങ്ങിയാലോ? എന്തായാലും ആപ്പിൾ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്ക് ആർക്ക് കൊടുക്കാം? പോളാർ ബിയറിന് കൊടുക്കാൻ തോന്നുന്നു. നമുക്ക് പോളാർ ബിയറിന് കൊടുക്കാം. എനിക്ക് മനസ്സിലായി ഗൈസ്. നമ്മളില്ലേ നമ്മുടെ ബേസിൽ ഇപ്പോൾ 3 ആനിമൽസ് ഇല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ആ സ്നെയിലിനെയും പോയി എടുക്കാം. നമുക്ക് ടോട്ടൽ നമ്മുടെ ബേസിൽ 10 ആനിമൽസിനെയും പിന്നെ നമ്മളെ മറ്റേ ഫിഷ് പോണ്ടിൽ 5 ആനിമൽസിനെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും ഈ സ്നെയിലിനെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സ്നെയിലിനെ നമ്മളെ ബേസ് കൊണ്ടിടാം. ഇത് അതിൻ്റെ അകത്തല്ലല്ലോ ഇടല്ലേ, ഇതിൻ്റെ അകത്താണ്. കണ്ടോ ഗൈസ്, ഇപ്പം നമ്മുടെ ഗ്ലാസ്സായി. അപ്പോൾ എനിക്ക് തോന്നുന്നു മഞ്ഞ് വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ പോളാർ ബിയറും സ്ലെയിനും അങ്ങനത്തെ ഫിഷൊക്കെ കിട്ടുന്നു. ഇവിടെ എന്തായാലും ബ്ലൂ കീ ഉണ്ടാവും. ബ്ലൂ കീ കിട്ടിയിട്ടുണ്ട്. ഇതുവരെ യെല്ലോ കീ കിട്ടിയിട്ടില്ല, ഗ്രീൻ കീയും കിട്ടിയിട്ടില്ല. റെഡ് കീ കിട്ടീനോന്നറിയില്ല, ഓർമ്മയില്ല. റെഡ് കീ കിട്ടിയെന്ന് തോന്നുന്നു ഗൈസ്. കണ്ട ഇവിടെ റെഡ് കീ ഉണ്ട്. നമുക്ക് ഈ റെഡ് റൂം പോയി തുറന്ന് നോക്കാം. റെഡ് റൂമിൻ്റെ അകത്ത് എന്തായാലും അവിടെ നോക്കാം ഗൈസ്. യൂണിക്കോൺ. ഇവിടെ ഗ്രീൻ കീയും കൂടി ഉണ്ട് ഗൈസ്. എന്തായാലും ഇതും കൂടി ഒന്ന് തുറന്നു കൊടുക്കാം. ഗ്രീൻ കീയിൽ യൂണിക്കോൺ. ഇതെന്താണ് മൊത്തം യൂണിക്കോൺ ഗൈസ്. യൂണിക്കോൺ പിന്നെ യൂണിക്കോൺ. എനിക്കിനി യെല്ലോ കീ മാത്രമേ കിട്ടാനുള്ളൂ ഗൈസ്. യെല്ലോ കീ ഇതുവരെ കിട്ടിയിട്ടില്ല. യെല്ലോ കീയും കൂടി തുറന്നാൽ സെറ്റാണ്. നമുക്ക് ഈ യെല്ലോ കീ എവിടെയെല്ലാം തപ്പിയതിന് ശേഷം യെല്ലോ കീ ഇവിടെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഗൈസ്. യെല്ലോ കീ ഏറ്റവും മേലെ പോയി നോക്കിയാലോ? ഏറ്റവും മേലെ ചിലപ്പോൾ ഉണ്ടാവും. ഇതിൽ ഞാൻ തുറന്നത് തന്നെയല്ലേ. മേലെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോയെന്ന് അറിയില്ല. ഉള്ളിൽ ചാടെങ്കിൽ ഗൈസ് തീ കൂടിയിട്ടുണ്ട്. നമുക്ക് തീ കൂടിയോണ്ട് തന്നെ നമുക്ക് ബ്ലോക്ക് എടുത്തിട്ട് വേഗം ഇതിൻ്റെ പുറത്തേക്ക് പോവാൻ തോന്നുന്നു. കാരണം അല്ലെങ്കിൽ നമ്മൾ കത്തിക്കിരിഞ്ഞ് പോകും. പക്ഷേ ഈ റൂമിൻ്റെ ഉള്ളിൽ എന്തല്ലേ ഒരു ആനിമൽ ഉണ്ട്, റെയറാണ്. എന്തായാലും ഇത് കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഗായ്സ്. നമുക്കെന്തായാലും നമ്മുടെ ബേസിൽ കൊണ്ടുപോയി അതിനെ ഇടാം. നമുക്കിപ്പം എത്ര ആനിമൽസായി? കുറേ തോന്നുന്നു. സ്നെയിലായി, അങ്ങനെ കുറേയായി. പിന്നെ നമ്മുടെ ഫിഷ് ടാങ്കിൽ ഒരു ഫിഷും ആയിട്ടുണ്ട്. ഇവിടെ ഇന്നില്ലേ ഫുഡിനൊക്കെ നമുക്ക് പൈസ കൊടുക്കണം. നമ്മുടെ അടുത്ത് പൈസ ഉണ്ട്, പക്ഷെ എന്തായാലും നമുക്ക് പൈസ കൂടുതൽ കൊടുക്കേണ്ട ഫുഡൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കൊടുക്കണം. ഇതൊന്നും വാങ്ങാൻ കഴിയാത്ത വാങ്ങാൻ കഴിയില്ല. ഇത് ഹോബിയാണ് ഗൈസ്. നേരത്തെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് നമ്മുടെ ഹോബിയില്ലേ ഗൈസ്, അതാണെന്ന് തോന്നുന്നു. നമ്മളെ റെസ്ക്യൂ ആനിമലിൻ്റെ ഒരു ഹോബി അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട് റോബ്ലോക്സ്. ഹോബി സംഭവങ്ങളാണ്. ഞാൻ പിന്നെ യൂണിക്കോണിനെ എടുക്കാത്തതെന്ന് വിചാരിച്ചാൽ യൂണിക്കോൺ ആകെ റെയറൊന്നല്ല. അപ്പോൾ യൂണിക്കോൺ അത്ര പൈസയൊന്നും തരില്ലല്ലോ. അതുകൊണ്ടാണ് ഉദ്ദേശിച്ച് ഞാൻ യൂണിക്കോണിനെ എടുക്കാത്തത്. ഹോബിയിൽ ചാടാനൊക്കെ രസമുണ്ട്, പക്ഷെ അങ്ങ് എത്തുമ്പോഴത്തേക്ക് നമ്മൾക്ക് അപ്പോഴത്തേക്ക് ഇത് ബിൽഡിങ് തകർന്നു പോകും. നമുക്ക് ഇതൊന്നും വേണ്ട, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിന് റോബ്ലോക്സ് എടുക്കണം. ജിറാഫ് അങ്ങനെയൊന്നും വേണ്ട. നമ്മളെ അതിനെക്കട്ടി വലുതല്ലേ നമ്മുടെ വീട്ടിലിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ജിറാഫിനെയൊന്നും വേണ്ട. ഇവിടെ മൊത്തം ജിറാഫ് തന്നെയാണ്. ഇതെന്തോ ഒരു ഇതാണ്. നമുക്ക് വേണമെങ്കിൽ വരാം, പക്ഷെ നമ്മൾ ചാവണല്ലോ. ചാവെന്ന് തോന്നുന്നുണ്ട് ഞാനില്ലേ വന്നത് ഗൈസ്. അതല്ല, നമുക്ക് അധികം സമയമൊന്നുമില്ലല്ലോ. ഇവിടേക്ക് ഇവർക്ക് സമയം വെച്ചൂടെ? നമ്മൾ ലാസ്റ്റ് മിനിറ്റ് കണ്ടോ ഗൈസ് ചത്തിനേൻ. എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ലേസർ ഉണ്ടായിട്ടാ ചത്തിനേൻ. കുഴപ്പമില്ല, പുതിയ ബിൽഡിങ് ഇപ്പം വരവെന്ന് തോന്നുന്നു ഗൈസ്. അപ്പം നമുക്ക് ഇതിന് ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റൂലേ? യെസ് ഗൈസ്, ഇതിന് ഫുഡ്
ഗിഫ്റ്റൊക്കെ വാങ്ങി കൊടുക്കാൻ പറ്റും. ഇവിടെ എന്തൊക്കെയോ ഉണ്ടല്ലോ. നമുക്ക് എന്തായാലും ഇപ്പോൾ സെക്കൻഡാമത്തെ വാങ്ങി കൊടുക്കാൻ കഴിയുമോ നോക്കാം. ഗൈസ് ഇത് തൊന്നൂല്ല, ഇത് കുറച്ച് റെയറല്ലേ, അപ്പം ഇത് തൊന്നൂലാന്ന് തോന്നുന്നു ഗൈസ്. അപ്പം നമുക്ക് നമ്മുടെ വേറെയുള്ള ആനിമൽസിന് എന്തെങ്കിലും വാങ്ങി കൊടുക്കാം. ഞാൻ പോറാബിളിയറിന് തന്നെ ഞാൻ കൊടുക്കാൻ വന്നേനെ, ഞാൻ അതിനെ കൊടുക്കാൻ വന്നേനെ. ചിലന്തിക്ക് സ്പൈഡർമാനിന് ഇതെന്താ കത്തിക്കാനും പോകുന്നില്ലേ? ഞാൻ കേറിയാൽ മാത്രമേ പോകും. ഇവിടെ എന്താ പുതിയത് വന്നേ? ഇതില്ല തന്നെയാണല്ലേ ഗൈസ്. നമ്മൾക്കിവിടെ 200K ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ വാങ്ങാൻ പറ്റും. പക്ഷേ നമുക്ക് ഇപ്പോഴേ അതൊന്നും വേണ്ട ഗൈസ്. ഇപ്പം ഇത് പോകും ഗൈസ്. നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഇതിന് മുകളിൽ കണ്ട, ഇതിന് മുകളിൽ വീണു. പുതിയ ബിൽഡിംഗ് വന്നു. ഇനി നമ്മൾ ഗൈസ് ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതിന് മുന്നേ ഈ റൂമിൽ പോയി നോക്കാം. ഗൈസ് ഇവിടെ യെല്ലോ കീ കിട്ടി ഗൈസ്. ഇവിടെ സ്നേക്ക് ഉണ്ട്. നല്ല സ്നേക്കിന് തുറക്കുന്നില്ല. യെല്ലോ കീ കിട്ടി. ഇനി നമുക്ക് എന്തായാലും ഈ യെല്ലോ കീ ഒന്ന് തുറന്ന് നോക്കാം. യൂണിക്കോൺ എന്തൊരിതാണ് ഗൈസ്. എപ്പോൾ യൂണിക്കോൺ തന്നെ. ഞാൻ റെഡ് കീ കാണിച്ചു തരാം. റെഡ് കീയിലെ ബ്ലൂ കീ എടുത്തതിന് ശേഷം ഗൈസ് കരടി കണ്ടോ, റെഡ് കീ അവിടെ ഉണ്ട് ഗൈസ്. പക്ഷെ നമുക്ക് ഈ കരടി എങ്ങനെ എടുത്തിട്ട് ഈലെ തുള്ളാം. ഗ്രീൻ കീ എടുത്തതിന് ശേഷം ഈലെ തുള്ളിയതിന് ശേഷം അവിടെ കൊണ്ട് വെച്ച് കൊടുക്കാം ഗൈസ്. പ്ലേസ് എന്താ അല്ല സ്റ്റീൽ ചെയ്യാനാ? അല്ല ഗൈസ്, സ്റ്റീൽ ചെയ്യാൻ കഴിയില്ലാന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ നേരെ മേലോട്ടേക്ക് നമ്മൾക്ക് പോയി നോക്കാം. റെഡ് കീ വേണം. റെഡ് കീ അവിടെ ഉണ്ട്, ഞാൻ കണ്ടത് തന്നെയാണ് ഗൈസ്. ആര് കത്തും കൊണ്ട് ഇപ്പം വീട്ടിന് കൊണ്ടു പോകാനുള്ള ചാൻസ് ഗൈസ്. എന്തോ നല്ല സംഭവമാണ് ഉണ്ടായി, അതൊക്കെ അറിയില്ല ഗൈസ്. ഇത് വീടിന് കൊണ്ടു പോകും ഗൈസ്. നോക്ക്, പുതിയത് വന്നതാ. ഇത് പുതിയത് വന്നതാ തോന്നുന്നു ഗൈസ്. ബ്ലൂ കീ ഉണ്ട് ഗൈസ്. നമ്മൾ ചാവുമ്പോൾ നമ്മളെ കൈമലെല്ലാം പോകുന്നുണ്ട് ഗൈസ്. ഇവിടെ യെല്ലോ കീ, മേലെ മറ്റേ സ്ഥലത്ത് മറ്റേ കീ എന്താണ് മറ്റേ ഓപ്പണിൻ്റെ അകത്ത് ഗ്രീൻ കീ. ഇത് പിന്നെ യെല്ലോ കീ സ്പൈഡർമാൻ നമ്മളടുത്തൊന്നില്ലേ. പിന്നെ മേലെ ഒരു ഇതും കൂടി ഉണ്ട്, ഗ്രീൻ കീ ഇട്ട് തുറക്കാം. പിന്നെ സ്പൈഡർമാൻ. ഇനി ബ്ലൂ കീ ഇട്ടൊന്ന് താഴ്ന്നു നടക്കാം. യൂണിക്കോൺ. ഇവിടെ റെഡ് കീ ഉണ്ട്. റെഡ് കീ എടുക്കാൻ പോകാൻ. ഗൈസ് ചത്തുപോയി ഗൈസ്. അവിടെ പോയിട്ട് തുറക്കാണ്ടൊരു മിനിറ്റ് മതിയായിരുന്നു ഗൈസ്. പിന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ട് കേട്ടോ. അതിന് മുന്നേ പുതിയ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറി അടിച്ച് പൊറുക്കി കൊടുക്കാം. നല്ല ആനിമൽ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. ഇതെപ്പോൾ കൂട്ടിലാണെന്നല്ല ഉണ്ടാവില്ല, എപ്പോഴും ഒരു കൂട്ടിലുണ്ടാവും. നമുക്ക് എന്തായാലും ഈ പ്രാവശ്യമില്ലേ ഒന്ന് ഏറ്റവും മേലെ പോയി നോക്കാം. ഏറ്റവും മേലെ പോയി നോക്കാം. നമുക്ക് ഒന്ന് ഇനി മേലെ എത്ര മേലാണ് നമ്മൾ എത്ര പേര്. നമുക്ക് ലാസ്റ്റ് ഏതെങ്കിലും പൊട്ട ഇതായിരിക്കും കൊണ്ടുവച്ച്. ഗസ് ഒരു സ്പൈഡർമാനെ കൊണ്ടുവച്ച് നമ്മൾ താലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ എന്തായാലും ബിൽഡിൽ കത്തി നശിക്കും. ഗസ് നമ്മൾ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ താലോട്ടൊക്കെ ഇറങ്ങി നോക്കാം. റെഡ് കീ ഉണ്ട്. എന്തായാലും ആ റെഡ് കീ ഉള്ള സ്ഥലത്തൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് സ്പൈഡർ ഗ്രീൻ കീ ഉണ്ട്. മേൽപോട്ട് ഗ്രീൻ കീ ഒന്ന് തുറന്ന് നോക്കാം. തുറന്നോക്കുമ്പോൾ യൂണിക്കോൺ. ഇനി നമുക്ക് ഏതൊക്കെ കീയാ വേണ്ടത്? യെല്ലോ കീ ഉണ്ടാ? യെല്ലോ ക്യൂ ഉണ്ട്, ഇവിടെയുണ്ട്. ഇതൊരു മാറ്റമില്ല ഗൈസ്. ഇവിടെ ബ്ലൂ ക്യൂ ഉണ്ടല്ലേ? ബ്ലൂ ക്യൂ ഉണ്ട്.
കണ്ടു ഗൈസ്, ബ്ലൂ കീ ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് പുറത്തിറങ്ങുന്നേ നല്ലത്. അതാണ് സേവ്. കാരണം ഇതിപ്പോൾ കത്തി നശിക്കാനായിട്ടുണ്ട്. നമ്മളെ കയ്യിൽ ഇതുണ്ടാവും തോന്നുന്നു. അത് കത്തി നശിച്ചാലും നോക്കാം നമുക്ക്. നമ്മുടെ ബാഗിലില്ലേ ബുക്കി? ഓക്കെ ഗൈസ്, നമ്മുടെ ബാഗിലുണ്ട് ബുക്കി. ഞാൻ പറഞ്ഞിട്ടില്ല ഇതിപ്പോൾ കത്തി നശിക്കുന്നു. എന്തായാലും നമ്മൾ അതിൻ്റെ അകത്തോട്ട് പോകുന്നത് ശരിയാണോ? അല്ല ഗൈസ്. അപ്പോൾ ഇതെന്താ? ഇതല്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടില്ലേ? ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.